ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ഇലക്ട്രോണിക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെക്ടിഫയേഴ്സ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ റെക്ടിഫയേഴ്സ് എന്ന ടോപ്പിക്ക് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ റെക്ടിഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഡയോഡിൻ്റെ കുറച്ച് കൺസെപ്റ്റ് പഠിക്കണം. ഓക്കെ, ആ കൺസെപ്റ്റ് ഓക്കെ ആകുമ്പോൾ നമുക്ക് റെക്ടിഫയേഴ്സ് വളരെ ഈസി ആയിട്ട്, റെക്ടിഫയേഴ്സിന് തന്നെ രണ്ട് ടൈപ്പുള്ളവർ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഞാൻ ആ റെക്ടിഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് റെക്ടിഫയർ സർക്യൂട്ടുകളാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, സിംഗിൾ ഫേസ്, ത്രീ ഫേസ് ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. വേറൊരു രണ്ട് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ അൺകൺട്രോൾഡും അതുപോലെ തന്നെ കൺട്രോൾഡുമാണ്. ഓക്കെ, അപ്പോൾ ഈ അൺകൺട്രോൾഡ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഡയോഡുകൾ അല്ലേ. കൺട്രോൾഡ് ആണ് നമ്മുടെ SCR, ശരിയല്ലേ. അപ്പം ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ഐഡിയ നമുക്ക് നമ്മുടെ റെക്ടിഫയറിൻ്റെ കേസിൽ നമ്മൾ ഇൻഡക്ടർ. അപ്പോൾ ഇതിലുള്ള പിന്നെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇതിൻ്റെ ലോഡ് വെച്ചിട്ട് അല്ലേ. ഏതൊക്കെ ലോഡുകളുണ്ട്? R ലോഡ് ഉണ്ട്, L ലോഡ് ഉണ്ട്, RL ലോഡ് ഉണ്ട്, RLE ഉണ്ട് അല്ലേ. പിന്നെ RL വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്. അങ്ങനെ ഇത്രയും ലോഡുകളാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി R ലോഡും L ലോഡിൻ്റെയും അൺകൺട്രോൾഡ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം സിംഗിൾ ഫേസ്, കാരണം പിന്നെ ഇത് R ലോഡിൻ്റെയും L ലോഡിൻ്റെയും RL ലോഡ്, RL ഫ്രീ വീലിൻ്റെയൊക്കെ കൺസെപ്റ്റ് ക്ലിയർ ആയ പിന്നെ നമുക്ക് എളുപ്പത്തിൽ കൺട്രോൾഡ് പഠിക്കാം. ആ ചെറിയൊരു ഫയറിങ് ആംഗിളുടെ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി കൺസെപ്റ്റൊക്കെ പറയാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് അൺകൺട്രോൾഡ് റെക്ടിഫയർ ആണ്. അൺകൺട്രോൾഡ് റെക്ടിഫയർ, ആ സിംഗിൾ ഫേസ് ഹാഫ് വേവ് അൺകൺട്രോൾഡ് റെക്ടിഫയറിൽ ആദ്യം നോക്കുന്ന R ലോഡാണ്. ഓക്കെ, ആദ്യം നമുക്ക് R ലോഡിലേക്ക് പോവാം. അപ്പോൾ R ലോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സർക്യൂട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതാണല്ലോ നമ്മുടെ ബേസിക് സർക്യൂട്ട്, ഡയോഡ് വിത്ത് ആൻ R ലോഡ് അല്ലേ. ഇത് സപ്ലൈ VS, എന്താണ് പ്ലസ് ഓർ മൈനസ്. ഇവിടെ ഇത് ആനോഡ്, ഇത് കാഡോഡ് ആണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് VA എന്നും ഇവിടുത്തെ വോൾട്ടേജ് VK എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡയോഡിൻ്റെ അക്രോസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ VO ക്ലിയർ. ഇതാണ് നമ്മുടെ VO അല്ല VD അല്ലേ, ഡയോഡിൻ്റെ അക്രോസിലെ ഡ്രോപ്പ് VD. ഓക്കെ, ഇതാണ് നമ്മുടെ R ലോഡ്. ഇതിൻ്റെ ഔട്ട്പുട്ടുള്ള സാധനമാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് VO. ക്ലിയർ. അപ്പോൾ റെക്ടിഫയറിൻ്റെ പർപ്പസ് എന്താണ് ശരിക്കും? ഇതാ ഇവിടുത്തെ AC ഇൻപുട്ട് കൊടുത്ത് നമുക്കതിന് DC ഇൻപുട്ട് കിട്ടുക എന്നുള്ളതാണ്, ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു റെക്ടിഫയറിൻ്റെ ഒരു ലോഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ലോഡ് വെച്ച് കൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു സൈൻ വേവ് നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യും അല്ലേ. എന്നിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജസ്റ്റ് വേവ് ഫോം വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ വേവ് ഫോം ഒന്ന് വരയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂകൾ എങ്ങനെ? ഇത് VS സപ്ലൈ വോൾട്ടേജ്, ഇത് 0, ഇത് പൈ, ഇതെന്താണ്, ഇത് 2π, അങ്ങനെ പോകും. ഇത് ωt, വിത്ത് റെസ്പെക്ട് ωt ആണ് നമ്മളെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാഫ് വേവ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, R ലോഡ് ആയതുകൊണ്ട് ഒരു ഫേസിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ സപ്ലൈ ഉണ്ടാവുള്ളൂ, മറ്റേതിൽ എന്താവും, ഔട്ട്പുട്ട് ഉണ്ടാവില്ല, ശരിയല്ലേ. അപ്പം ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വരുന്നത്, ഇവിടെ ഉണ്ടാവില്ല. അതാണല്ലോ ഹാഫ് വേവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 0 to π വരെ ഉണ്ട്, ഇവിടെ 0 അല്ലേ. അപ്പോൾ ഇത് നിങ്ങളുടെ കറണ്ടിൻ്റെ വേവ് ഫോം ആയാലും ഔട്ട്പുട്ട് ആയാലും വോൾട്ടേജ് ഔട്ട്പുട്ട് ആയാലും രണ്ടും സെയിം ആണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലില്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഡയോഡ് എടുക്കുകയാണെങ്കിൽ VD എടുക്കുകയാണെങ്കിൽ VD എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഡയോഡാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഫോം. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഫസ്റ്റ് നിങ്ങളുടെ ആനോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ കാഥോഡ് വോൾട്ടേജ് കൊടുക്കുന്നു. അതായത് നിങ്ങളുടെ സപ്ലൈ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 ആക്കുക. നിങ്ങളുടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VS ഈക്വൽ ടു എന്താണ്, VM സൈൻ ωt എന്നാണ്, നമ്മൾ സൈൻ വേവ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ VS ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ആനോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ ഇത് ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ആവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടി? യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു യുവർ സപ്ലൈ വോൾട്ടേജ് അല്ലേ. എവിടെ നിന്ന് എവിടെ വരെ? 0 മുതൽ പൈ വരെ. ഇതാ നിങ്ങൾ സപ്ലൈയിൽ എത്രയാണോ കൊടുത്താൽ അത്ര തന്നെ കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് പീക്ക് വോൾട്ടേജ് അല്ലേ, VM അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ എന്ത് ചെയ്യും? VM. ക്ലിയർ. ഇനി നമ്മൾ അതിനെ കറണ്ട് വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എന്ത് പറയും? VM/R എന്ന് പറയും അല്ലേ. അപ്പോൾ VM/R VM, മാക്സിമം വോൾട്ടേജ് VM. അപ്പോൾ ഫോർവേഡ് ബയാസിൽ 0 to പൈ വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ഇൻ ദ നെഗറ്റീവ് ബയാസ്? അതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതായത് നെഗറ്റീവ് ബയാസ് എന്ന് വെച്ചാൽ സപ്ലൈ റിവേഴ്സ് ആവുക. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ഇഫ് VS ഈസ് റിവേഴ്സ്ഡ്, VS റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. VS റിവേഴ്സ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇവിടെ നിങ്ങൾ ഡയോഡ് ഉണ്ടാവും, സപ്ലൈ വോൾട്ടേജ് ഇതെന്താണ്? R അല്ലേ. മൈനസ് പ്ലസ് ആണ് കൊടുക്കുന്ന VS. ക്ലിയർ. അപ്പോൾ മൈനസ് പ്ലസ് കൊടുക്കുമ്പോൾ ഈ ഡയോഡ് നേരത്തെ കേസിൽ എന്തായിരുന്നു? ഓൺ കണ്ടീഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയോഡാണ് ആവുന്ന VS പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇത് ഷോർട്ടായി ഡയോഡ്. അങ്ങനെയാണ് കണ്ടക്ഷൻ നടന്നത്. ഇതിവിടെ എന്താവും? ഇത് ഓപ്പൺ ആവും. ശരിയല്ലേ? ഇവിടെ ഓപ്പൺ ആവല്ലേ ചെയ്യുക, കാരണം റിവേഴ്സ് ബയാസ്ഡ് അല്ലേ. അപ്പോൾ എന്താ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക? നിങ്ങളുടെ ഇവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജാണ് VO അല്ലേ. VO ഈക്വൽ ടു I0 × R. അതായത് I0 എന്ന് പറഞ്ഞാൽ കറണ്ടൊന്നും ഇല്ല, അപ്പോൾ 0 ആണ് അല്ലേ. എവിടെ തൊട്ട് എവിടെ വരെ? ഇറ്റ് ഈസ് ഫ്രം പൈ മുതൽ 2π വരെ. അപ്പോൾ പൈ മുതൽ 2π വരെ വോൾട്ടേജ് 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ വോൾട്ടേജ് ഒന്നും കാണിക്കാത്തത്. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. 0 മുതൽ പൈ വരെ, പൈ മുതൽ 2π വരെ. ഇപ്പോൾ 0 മുതൽ പൈ വരെ എന്ന് പറഞ്ഞാൽ VO എന്ന് പറഞ്ഞാൽ എന്താണ്? VS സപ്ലൈ വോൾട്ടേജ് തന്നെയാണ്. VM sin ωt തന്നെയാണ്. ഇനി പൈ മുതൽ 2π വരെ എത്ര വരിക? ഇറ്റ് വിൽ ബി VO വിൽ ബി എത്രയാണ്? 0 ആണ്. ശരിയാണ്. ഇതാണ് രണ്ട് ഇൻസ്റ്റൻസ്. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്ന വോൾട്ടേജ് അക്രോസ് ഡയോഡ്, ഡയോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. ക്ലിയർ. ഡയോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയാം. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഡയോഡ്. ഓക്കെ. അതായത് നിങ്ങളുടെ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു, നിങ്ങളിവിടെ നോക്കൂ, 0 മുതൽ പൈ വരെ. അതായത് ഈ സാധനം കണ്ടക്ട് ചെയ്യുവാണ്. കണ്ടക്ട് ചെയ്യാന്ന് ഇത് ഷോർട്ടായി. ആരെ ഷോർട്ടായി? നിങ്ങൾ ഡയോഡ് ഷോർട്ടായി. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? ഷോർട്ട് ആകുമ്പോൾ ഇല്ലല്ലോ. വോൾട്ടേജ് ഡ്രോപ്പ് എത്ര വരും? 0. എവിടെ തൊട്ട് എവിടെ വരെ? 0 മുതൽ പൈ വരെ. അതായത് നിങ്ങൾ ഡയോഡ് എന്താണ്? ഷോർട്ടാണ് അല്ലേ. ഇനി അടുത്ത ഇൻസ്റ്റൻറ്റിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ വോൾട്ടേജ് അക്രോസ് ഡയോഡ് നമ്മൾ കാണുമ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഇനീഷ്യലുള്ള സപ്ലൈ അല്ലേ. അപ്പം ഇവിടെ നമ്മുടെ R, ഇവിടെ നമ്മുടെ ഇതാണ് നിങ്ങളുടെ +or-VD. കാരണം ഇത് റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ ഇത് ഓപ്പൺ ആവും. അപ്പോൾ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഡയോഡാണ് VD അല്ലേ. അപ്പോൾ VD എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? നിങ്ങൾ KVL അപ്ലൈ ചെയ്ത് നോക്കൂ. KVL അപ്ലൈ ചെയ്യുമ്പോൾ VD എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? നിങ്ങളുടെ VS തന്നെ വരും. ശരിയല്ലേ? നിങ്ങൾ സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് നിങ്ങൾ എന്ത് വരിക? VD എന്ന് വരിക അല്ലേ. അപ്പോൾ ആ VS എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ? അല്ലല്ലോ, റിവേഴ്സ് അല്ലേ. അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി -VS അല്ലേ. -VS എന്ന് പറയാം, VS എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് പീക്ക് വോൾട്ടേജ് അല്ല, അപ്പോൾ -VM എന്ന് പറയാം. ഓക്കെ. സോ ഇറ്റ് വിൽ ബി -VM. അപ്പോൾ ഫോർവേഡ് സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ് 0, റിവേഴ്സിന് സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ് ഈസ് -VM. ക്ലിയർ ആണല്ലോ. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ എത്ര മുതൽ എവിടെ വരെ? പൈ മുതൽ 2π വരെ. അതായത് നിങ്ങളുടെ ഡയോഡ് എന്താണ്? ഓപ്പൺ ആണ്. ക്ലിയർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഇങ്ങനെ വന്നത്. അതായത് ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഈ KVL എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് VD = VS എന്ന് കിട്ടും. VS എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൈനസ് പീക്ക് വോൾട്ടേജ്. ക്ലിയർ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായി ഇവിടെ ഒരു സൈക്കിളാണ് നമ്മൾ കൺസിഡർ. അപ്പോൾ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പൾസേ കിട്ടുന്നുള്ളൂ? വി ആർ ഗെറ്റിംഗ് ഓൺലി 1 പൾസ് അല്ല. ഒരു സൈക്കിൾ എടുക്കുമ്പോൾ ഒരു പൾസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെ 1 പൾസ് കൺവേർട്ടർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയാലോ? ഇനി അതേപോലെ തന്നെ നമ്മൾ ഡയോഡിനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും മാക്സിമം വോൾട്ടേജ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. മാക്സിമം വോൾട്ടേജ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയാണ്? അതാണ് VM. ശരിയല്ലേ? -VM ആണ്. നമ്മൾ VM എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് എന്ത്? VM. അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ ഡയോഡ് ഈസ് ഈക്വൽ ടു R ലോഡ് ഈസ് ഈക്വൽ ടു VM.
ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് സിമ്പിളായിട്ട്. ഓക്കെ, ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നോട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതാണ് കുറച്ച് ക്വാണ്ടിറ്റീസ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നില്ല, ജസ്റ്റ് പഠിക്കാം. ആവറേജ് വോൾട്ടേജ് അല്ലേ, 1/t ടൈം പീരീഡ് ഇൻ്റഗ്രൽ 0 to t v0 dt, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 1 ടൈം പീരീഡ് എത്ര, ടോട്ടൽ ടൈം പീരീഡ് 2π ഇൻ്റഗ്രൽ 0 to 2π vm sin omega t dt അല്ലേ, നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടും. ഇറ്റ് വിൽ ബി vm/π. സോ ആവറേജ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു vm/π. ഒന്നാമത്തെ ഇൻഫറൻസ്. രണ്ടാമത്തെ ഇൻഫറൻസ് I0 ആവറേജ്. I0 ആവറേജ് കിട്ടാൻ പണിയൊന്നുമില്ല, ജസ്റ്റ് എന്താ മതി, V0 ആവറേജ് ഡിവൈഡഡ് ബൈ R ചെയ്താൽ I0 ആവറേജ് കിട്ടി, അത് കിട്ടുമല്ലോ. മൂന്നാമത്തെ ഇൻഫറൻസ് ആണ് V0 RMS. V0 RMS എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഗിവൺ ബൈ √1/t ഇൻ്റഗ്രൽ 0 to t v0² t dt. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/2π ഇൻ്റഗ്രൽ 0 to π വരെയല്ലേ ഉള്ളൂ, അവിടെ അല്ലേ കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്തിനാണ് vm² sin² omega t d omega t. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ √1/2π vm² 0 to π sin² omega t d omega t. ക്ലിയർ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ കിട്ടും. ഇറ്റ് ഈസ് 1/2π vm² 0 to π sin² omega t മാറ്റിയിട്ട് 1 - cos 2 omega t divided by 2 d omega t. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടും vm/2. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇൻഫറൻസ് ആയിട്ട് എഴുതാം V0 RMS എന്ന് പറഞ്ഞാൽ എന്തിനാണ്, vm/2. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, എന്താണ് മൂന്നാമത്തെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ RMS കറണ്ട് തന്നെയാണ്. നമുക്കറിയാം V0 RMS/R ചെയ്താൽ അതും കിട്ടും അല്ലേ. അഞ്ചാമത്തതാണ് ഔട്ട്പുട്ട് പവർ. ഓക്കെ, ഔട്ട്പുട്ട് പവർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഔട്ട്പുട്ട് പവർ PO എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി v² RMS V0² RMS ഡിവൈഡഡ് ബൈ R, അല്ലെങ്കിൽ I0² RMS ഇൻറ്റു R. രണ്ടാലും കറക്റ്റാണ്. ഓക്കെ, ഇനി ഒരു ടെർമിനോളജിയാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് ഇൻപുട്ട് പവർ ഫാക്ടർ. ഇൻപുട്ട് പവർ ഫാക്ടർ എങ്ങനെ കാണും എന്നുള്ളതാണ്. ക്ലിയർ? ഇൻപുട്ട് പവർ ഫാക്ടർ കാണാൻ നമ്മളെപ്പോഴും P = Pout എന്ന് അസ്യൂം ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഒക്കെ ഐഡിയൽ ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോസസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ VS/IS cos φ, Vout എന്ന് പറഞ്ഞാൽ I0R² ഇൻറ്റു R. അതുകൊണ്ട് ഐഡിയലാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ സോഴ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കറണ്ട് തന്നെയാണ്, RMS കറണ്ടാണെന്ന് അസ്യൂം ചെയ്യുക. സോഴ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് RMS കറണ്ട് അസ്യൂം ചെയ്യുക. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, നിങ്ങൾ cos φ എടുത്താൽ എന്ത് കിട്ടും, യു വിൽ ബി ഗെറ്റിംഗ് I0R ഇൻറ്റു R ഡിവൈഡഡ് ബൈ VS. ക്ലിയർ? ദാറ്റ് വിൽ ബി VOR ഡിവൈഡഡ് ബൈ VS. നിങ്ങൾ ഈ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് പവർ ഫാക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ സപ്ലൈ വോൾട്ടേജ് ആണ് അതിൻ്റെ ആൻസർ. സിമ്പിളായിട്ട് പഠിക്കുക. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത മൂന്നോ ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടേമാണ് കണ്ടക്ഷൻ ആംഗിൾ. ഓക്കെ, കണ്ടക്ഷൻ ആംഗിൾ, ഡയോഡിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ ഗാമ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എന്താണ് കണ്ടക്ഷൻ ആംഗിൾ ഓഫ് ഡയോഡ്? ഡയോഡ് കണ്ടക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന ആംഗിൾ. അതായത് ഇവിടെ ഈ കേസിൽ ഡയോഡ് ഈസ് കണ്ടക്ടിങ് ഫ്രം എവിടെ നിന്ന് എവിടെ വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഡയോഡ് ഈസ് കണ്ടക്ടിങ് ഫ്രം 0 to π. ശരിയാണല്ലോ. ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ പറയാം അപ് ടു വാട്ട് ആംഗിൾ ദ ഡയോഡ് ഈസ് കണ്ടക്ടിങ്, ഇങ്ങനെയും പറയാം. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ 0 മുതൽ π വരെയാണ്. അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും, π - 0. 0 മുതൽ π വരില്ല, അപ്പോൾ ആൻസർ എത്രയാണ്, π. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ ആംഗിൾ എത്രയാണ്, നമുക്ക് π ആണ് കിട്ടിയത്. ഇതാണ് കണ്ടക്ഷൻ ആംഗിൾ. ഓക്കെ, ഇനി ഒരു ടേം ഉണ്ട്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞു എത്രയാണത്, VM ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തതാണ് എക്സ്റ്റിങ്ഷൻ ആംഗിൾ, അനദർ ടേം എക്സ്റ്റിങ്ഷൻ ആംഗിൾ. എക്സ്റ്റിങ്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ബീറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യില്ല, അപ് ടു വാട്ട് ആംഗിൾ യു ആർ ഗെറ്റിംഗ് കറണ്ട്. നിങ്ങൾക്ക് ഏത് ആംഗിൾ വരെയാണ് കറണ്ട് കിട്ടുന്നത് എന്ന് പറയുന്ന ആംഗിളാണ് എന്ത്, എക്സ്റ്റിങ്ഷൻ ആംഗിൾ.
നിങ്ങൾക്ക് ഇവിടെ എത്ര ആംഗിൾ വരെയാണ് കറണ്ട് കിട്ടുന്നത്? യു ആർ ഗെറ്റിംഗ് കറണ്ട് അപ് ടു പൈ. ക്ലിയർ അല്ലേ? അപ്പോൾ പൈ ആണ് നിങ്ങളുടെ എക്സ്റ്റിങ്ഷൻ ആംഗിൾ, അല്ലെങ്കിൽ ഈ ആംഗിളിലാണ് നമ്മൾ ബീറ്റ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഏത് ആംഗിൾ വരെയാണോ നിങ്ങൾക്ക് കറണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് ആ ആംഗിളിലാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ ആംഗിൾ. അപ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ ബി പൈ. ക്ലിയർ? ഇനിയും വരും കുറേ പൈയും ബീറ്റയും വരും, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഓക്കെ, ഇതൊന്നുമില്ല, സിമ്പിളാണ്. ഡയോഡ് എവിടെ തൊട്ട് എവിടെ വരെ കണ്ടക്ട് ചെയ്യുന്നു അതാണ് കണ്ടക്ഷൻ ആംഗിൾ. അപ് ടു വാട്ട് ആംഗിൾ യു ആർ ഗെറ്റിംഗ് കറണ്ട് എവിടെ വരെ കിട്ടുന്നു ആ പോയിൻ്റാണ് നമ്മൾ പറയുന്നത് എന്ത്? എക്സ്റ്റിങ്ഷൻ ആംഗിൾ. അതായത് ബീറ്റ ഈക്വൽ നമുക്ക് എന്ത് പറയാം? പൈ എന്ന് പറയാം. ക്ലിയറല്ലോ? അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടക്ഷൻ ആംഗിളും എക്സ്റ്റിങ്ഷൻ ആംഗിളും ഈക്വലാണ്, രണ്ടും പൈ ആണ്. ശരിയല്ല? അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോ, നിങ്ങളുടെ ഡയോഡ് റെക്ടിഫയറിൻ്റെ ഒക്കെ എല്ലാ കേസിലും, ഡയോഡ് റെക്ടിഫയേഴ്സിൻ്റെ മൊത്തം കേസിൽ ഈ കണ്ടക്ഷൻ ആംഗിളും എക്സ്റ്റിങ്ഷൻ ആംഗിളും ഈക്വലാണ്. പക്ഷേ നിങ്ങളുടെ കൺട്രോൾഡ് റെക്ടിഫയറിൻ്റെ കേസുകളിൽ, അതായത് നമ്മൾ SCR അങ്ങനത്തെ കേസുകളിൽ ഇത് രണ്ടും ഈക്വൽ അല്ല. അതിനൊക്കെ ഓരോന്ന് പഠിക്കും. ഓക്കെ, ഇവിടെ രണ്ടും ഏകദേശം ഓൾമോസ്റ്റ് എന്താണ്? ഈക്വലാണ്. ക്ലിയർ? ഇനി ലാസ്റ്റ് ടേം ഇമ്പോർട്ടൻ്റ് ആണ്, സർക്യൂട്ട് ടേൺ ഓഫ് ടൈം. ഓക്കെ, സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ആണ് TC. ക്ലിയർ? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഫോർ വിച്ച് ദ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. ഡയോഡ് റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്തിനാണ് എന്ത് പറയുക? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയാം. നമ്മൾ ഈ ഫിഗറിൽ എടുത്തു കഴിഞ്ഞാൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡയോഡാണ് റിവേഴ്സ് ബയാസ്, VD അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത്? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം. ക്ലിയർ? നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിട്ടുള്ള സമയത്തിനാണ് സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയാം ഈ മൊത്തം ടൈം, അല്ലെങ്കിൽ ωTC എന്നാണ് അതിന് പറയാം കേട്ടോ, ωTC. അപ്പം ഈ ωTC എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? അവിടെ 2π മുതൽ 2π വരെയാണ്. അതായത് പൈയും ഇത് 2πയും ആണ്. ശരിയല്ല? അപ്പോൾ പൈ മുതൽ 2π വരെയാണ് ωTC അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ωTC എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്തിന് എത്ര പറയാം? അത് ഈക്വൽ ടു പൈ, അതായത് 2π - π, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ അല്ലേ? അപ്പോൾ TC മാത്രം എന്ത് കിട്ടും? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം മാത്രം എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി π/ω. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു R ലോഡിൽ നിങ്ങളെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി π/ω. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. നമ്മൾ അൺകൺട്രോൾഡ് R ലോഡിൽ നോക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനാണ് അൺകൺട്രോൾഡ് L ലോഡ്. ഓക്കെ, അത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മൾ RL ലോഡിലേക്ക് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് തന്നെയാണ്, സെയിം പ്രിൻസിപ്പിളാണ് വരിക. നമ്മൾ കൺട്രോൾ റെക്ടിഫയറിലേക്ക് പോകുമ്പോൾ ചെറിയൊരു മാറ്റം, ഇക്വേഷനിലുള്ള ചെറിയൊരു ചേഞ്ചസ് ഉള്ളൂ, കൺസെപ്റ്റ്സ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ടാണ് ആദ്യം ഇതെടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് വേവ് അൺകൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് L ലോഡ് നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അൺകൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് L ലോഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.